കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ടി.എം. തോമസ് ഐസക് ആദ്യ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ പൊതുഖജനാവിൽ നുള്ളിപ്പെറുക്കിയെടുക്കാൻ ചില്ലറ പൈസ പോലുമില്ല, പൊതുഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന്. തുടർന്നിങ്ങോട്ട് കഴിഞ്ഞ 4 കൊല്ലക്കാലം മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടുശീലിച്ച വാചകം മലയാളി മുണ്ടു മുറുക്കി ഉടുത്ത് ശീലിക്കണം, ചെലവ് ചുരുക്കണം എന്നുള്ളതാണ്. മലയാളി ചെലവ് ചുരുക്കണം, സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണം ആരംഭിച്ച ഒരു സർക്കാർ ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും അടക്കമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ സകലമാന ദേശീയ ദിനപത്രങ്ങളുടെയും കേരളത്തിലെ സകലമാന മലയാള പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഫുൾ സൈസിൽ ചുവപ്പ് കളറിൽ 10 കോടി രൂപ മുടക്കി പരസ്യം നൽകിക്കൊണ്ടാണ് അവരുടെ ഭരണം ആരംഭിക്കുന്നത്. തുടർന്നിങ്ങോട്ട് ധൂർത്തും സ്വജനപക്ഷപാതവും ഈ സർക്കാരിന്റെ മുഖമുദ്രകളായി മാറുകയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചതിനും തുടർന്നങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി കൊടി പിടിക്കാതിരിക്കുന്നതിനും വേണ്ടി സീനിയർ കോമ്രേഡ് വി.എസ്. അച്യുതാനന്ദന് പാർട്ടി ഒരു പുതിയ കമ്മീഷൻ ഉണ്ടാക്കി. കമ്മീഷന്റെ പേര് ഭരണപരിഷ്കാര കമ്മീഷൻ. വി.എസിന്റെ പോസ്റ്റ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ. അധികാരമോഹം തീരെ ഇല്ലാത്തതുകൊണ്ട് 95 വയസ്സു പിന്നിട്ട ധീര വിപ്ലവകാരി സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ആ പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ വിഷമിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഭരണപരിഷ്കാര കമ്മീഷനിൽ ആകെ ഉള്ളത് 17 അംഗങ്ങളാണ്. അതിൽ 12 പേരും വി.എസിന്റെ പേഴ്സണൽ സ്റ്റാഫാണ്. 2019 ഡിസംബർ മാസം 31 വരെയുള്ള കണക്കനുസരിച്ച് 7,13,36,666 രൂപ കൃത്യമായി പറഞ്ഞാൽ ഭരണപരിഷ്കാര കമ്മീഷന് വേണ്ടി കേരള ഗവൺമെന്റ് ചെലവഴിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ വി.എസിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും ചെലവും നൽകാൻ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് 7,15,00,000 രൂപ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞ 4 കൊല്ലക്കാലം കൊണ്ട് 4 റിപ്പോർട്ടുകളാണ് ഭരണപരിഷ്കാര കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ 4 റിപ്പോർട്ടുകളിലും കേരള ഗവൺമെന്റ് ഇതുവരെ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. ആ 4 റിപ്പോർട്ടുകളും കേരള സെക്രട്ടേറിയറ്റിന്റെ പുറകുവശത്തുള്ള അമ്മിക്കല്ലിന്റെ താഴെ സുരക്ഷിതമായി ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കാൻ ഉപദേശകരുടെ ഒരു പട തന്നെയുണ്ട്. ആഭ്യന്തര ഉപദേഷ്ടാവായി രമൺ ശ്രീവാസ്തവയും, ശാസ്ത്ര ഉപദേഷ്ടാവായി എം ചന്ദ്രദത്തനും, സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥും, നിയമോപദേഷ്ടാവായി N.K. ജയകുമാറും, മാധ്യമോപദേഷ്ടാവായി ജോൺ ബ്രിട്ടാസും, പ്രസ് അഡ്വൈസറായി പ്രഭാവർമ്മയും ഉണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പ്രസ് അഡ്വൈസറും മാധ്യമോപദേഷ്ടാവും ഒന്നു തന്നെയല്ലേ എന്നുള്ളത് പോലെയുള്ള ലോജിക് അപ്ലൈ ചെയ്തുള്ള ചോദ്യങ്ങൾക്ക് CPM എന്ന പാർട്ടിയിൽ പ്രസക്തിയില്ല. പ്രസ് അഡ്വൈസർ പ്രഭാവർമ്മയ്ക്ക് 93,000 മുതൽ 1,20,000 വരെയുള്ള ശമ്പള സ്കെയിലും, നിയമോപദേഷ്ടാവ് N.K. ജയകുമാറിന് 77,400 മുതൽ 1,15,200 വരെയുള്ള ശമ്പള സ്കെയിലുമാണ് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഓഫീസ് ചെലവിനും യാത്രകൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി മറ്റു തുക ചെലവഴിക്കുന്നുണ്ട്. മറ്റുപദേശകരുടെ എല്ലാം സേവനം ഫ്രീ സർവീസ് ആണ് എന്ന് പറയപ്പെടുന്നു. രമൺ ശ്രീവാസ്തവ ശമ്പളമൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു കാറിനൊരു ഡ്രൈവറെയും ഈ ഗവൺമെന്റ് അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഇനി ഈ പട്ടികകളിൽ എവിടെയും പെട്ടിട്ടില്ലാത്ത ഒരു വികസന ഉപദേഷ്ടാവുണ്ട്, പേര് രഞ്ജിത്ത്. അദ്ദേഹത്തിന്റെ കാറിനും കാറിന്റെ ഡ്രൈവർക്കും വേണ്ടി 37,736 രൂപ പ്രതിമാസം കേരള ഗവൺമെന്റ് ചിലവഴിക്കുന്നുണ്ട്. M.V. രാഘവൻ എന്ന ഒരൊറ്റ വ്യക്തിയോടുള്ള പ്രതികാരം തീർക്കാൻ DYFI നടത്തിയ കൂത്തുപറമ്പ് സമരത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുതുക്കുടിയിൽ പുഷ്പന് 5 ലക്ഷം രൂപയും 8,000 രൂപ പ്രതിമാസ പെൻഷനും ഒരു വീൽചെയറും കൊടുക്കാൻ ഇടതുമുന്നണി ഗവൺമെന്റ് തീരുമാനമെടുത്തു. വീൽചെയർ കൊടുത്തതിനെ കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാർട്ടി സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയാകേണ്ടി വന്നയാൾക്ക് പാർട്ടി ചെലവിന് കൊടുക്കണം. ആ ചിലവും കേരളത്തിലെ പൊതുജനം വഹിക്കേണ്ടതായിട്ടുണ്ടോ? NCPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉഴവൂർ വിജയന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 25 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ചെങ്ങന്നൂർ MLA ആയിരുന്ന KK രാമചന്ദ്രന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ബാങ്ക് കടം എഴുതിത്തള്ളാൻ 8,67,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വകയിരുത്തി. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവവും ചലച്ചിത്രമേളയും അടക്കമുള്ള സകല പരിപാടികളും വെട്ടിച്ചുരുക്കുകയും സാധാരണക്കാരന്റെ മേൽ പ്രളയ സെസ് ഏർപ്പെടുത്തുകയും ചെയ്ത സർക്കാർ 1000 ദിവസം പൂർത്തീകരിച്ചതിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി 9,54,00,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി തന്നെ കേരള നിയമസഭയിൽ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപദേശകനായി ഡോക്ടർ വില്യം ഹാളിനെ നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. അയർലൻഡുകാരനായ ഡോക്ടർ വില്യം ഹാളിന്റെ ഓരോ സന്ദർശനത്തിനും കേരള ഗവൺമെന്റിന് 10,21,000 രൂപ ചെലവ് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും വെബ്സൈറ്റിന്റെയും മാനേജ്മെന്റിന് വേണ്ടി ഒരു 12 അംഗ ടീമുണ്ട്. ആ ടീമിന്റെ പ്രതിവർഷ ചെലവ് 1,10,00,000 രൂപയാണ്. അതിൽ 80 ലക്ഷം രൂപ ഈ 12 അംഗ ടീമിന്റെ ഒരു വർഷത്തെ ശമ്പളം മാത്രം വരും. ഇതുകൂടാതെ സർക്കാരിന്റെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് വേണ്ടി 25 അംഗ പ്രൊഫഷണൽ ടീം. ആ ടീമിന്റെ തലവന്റെ പ്രതിമാസ ശമ്പളം 1,15,00,000 രൂപയാണ്. പ്രളയാനന്തര കേരളത്തിലാണ് സർക്കാരിന്റെ സ്ഥിരം പരസ്യ ഹോർഡിംഗുകൾ സ്ഥാപിക്കാൻ വേണ്ടി
5,25,00,000 രൂപ ചെലവഴിച്ചിട്ടുള്ളത്. ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 624 കിലോമീറ്റർ വരുന്ന നവോത്ഥാന മതിൽ തീർക്കാൻ 50 കോടി രൂപ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ട്. പിന്നീട് ഈ നവോത്ഥാന മതിലിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കാതിരുന്ന സർക്കാർ നവോത്ഥാന സമുച്ചയം തീർക്കാൻ 700 കോടി രൂപ വകയിരുത്തി. നിഷേധിക്കാൻ കഴിയില്ല, ആ ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാണ്. പ്രളയാനന്തര കേരളത്തിൽ തന്നെയാണ് AKGയുടെ ജന്മദേശമായ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ AKG മ്യൂസിയം നിർമ്മിക്കാൻ വേണ്ടി 6,83,00,000 രൂപ കേരള ഗവൺമെന്റ് അനുവദിച്ചത്. പ്രളയ ദുരിത പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഓഫീസിനു വേണ്ടി ലോ അക്കാദമി ലക്ഷ്മി നായരുടെ ഫ്ളാറ്റ് സമുച്ചയം 5 കൊല്ലത്തെ പാട്ടത്തിന് വാടകയ്ക്കെടുക്കാൻ കേരള ഗവൺമെന്റ് തീരുമാനിച്ചു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോ അക്കാദമിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ സ്ഥലത്ത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ചേർന്നുകൊണ്ട് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ കൽസാർ ഹീത്തർ ടവറിന്റെ ഒരു നിലയാണ് സംസ്ഥാന ഗവൺമെന്റ് വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചത്. അനധികൃത നിർമ്മാണമായതുകൊണ്ട് ഫ്ളാറ്റുകൾ വിൽക്കാൻ കഴിയാതെ നിർമ്മാതാക്കളാകെ പെട്ടു നിൽക്കുന്ന സമയത്താണ് ആ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തുകൊണ്ട് നിർമ്മാതാക്കളെ രക്ഷിക്കാൻ കേരള ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഫ്ളാറ്റ് സമുച്ചയം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി 88.5 ലക്ഷം രൂപയാണ് കേരള ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത്. ഈ ലക്ഷ്മി നായരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. CPMന്റെ മുൻ MLAയും കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരനാണ് ലക്ഷ്മി നായരുടെ പിതാവ് നാരായണൻ നായർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നിയമോപദേഷ്ടാവ് NK ജയകുമാറിന്റെ സഹോദരിയുടെ മകളാണ് ലക്ഷ്മി നായർ. NK ജയകുമാർ ലോ അക്കാദമി ഡയറക്ടർ ബോർഡ് അംഗവുമാണ്. ഇതിനെ സ്വജനപക്ഷപാതം എന്നല്ലെങ്കിൽ മറ്റെന്ത് പേരിട്ടാണ് കേരളത്തിലെ ജനങ്ങളെ വിളിക്കേണ്ടത്? പ്രളയക്കെടുതിയിൽ കേരളം വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിന്റെ പൊതുഖജനാവ് ചോർത്താൻ കേരള ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ലൈസൺ ഓഫീസർ എന്ന പുതിയൊരു തസ്തിക കേരള ഗവൺമെന്റ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചത്. കേരള ഹൈക്കോടതിയിൽ സർക്കാരിന്റെ കേസുകൾ നടത്താൻ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ഡയറക്ടർ ജനറൽ ഉണ്ട്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പ്ലീഡർമാരും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരും അടക്കം ഏകദേശം 140ഓളം വക്കീലന്മാർ വേറെയുണ്ട്. ഇതിനും പുറമെയാണ് കേരള ഹൈക്കോടതിയിലെ കേസുകളുടെ ഏകോപനത്തിന് വേണ്ടി സ്പെഷ്യൽ ലൈസൺ ഓഫീസറായി വേലപ്പൻ നായരെ നിയമിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തീരുമാനമെടുത്തത്. വേലപ്പൻ നായരുടെ ശമ്പളം കേട്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോകും. ശമ്പളം 76,000 രൂപ, ഇന്റർനെറ്റ് ആൻഡ് ഫോൺ അലവൻസ് 1000 രൂപ, ട്രാവൽ അലവൻസ് 19,000 രൂപ. വേലപ്പൻ നായർക്ക് ന്യൂസ് പേപ്പറുകളും മാഗസീനുകളും വാങ്ങാൻ പ്രതിമാസം 14,000 രൂപ. അങ്ങനെ മൊത്തം 1,10,000 രൂപയാണ് കേരള ഗവൺമെന്റ് സ്പെഷ്യൽ ലൈസൺ ഓഫീസറായിട്ടുള്ള വേലപ്പൻ നായർക്ക് പ്രതിമാസം നൽകിക്കൊണ്ടിരിക്കുന്ന ശമ്പളം. സർക്കാർ ശമ്പളം പറ്റുന്ന 142 വക്കീലന്മാർ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടും കാസർഗോട്ടെ പെരിയയിൽ CPMകാരാൽ ഭീകരമായി കൊല ചെയ്യപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൃപേഷ്, ശരത്ലാൽ എന്നിവരുടെ കൊലപാതകം CBI അന്വേഷണത്തിന് കൈമാറേണ്ടതില്ല എന്ന് വാദിക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും വേറെ വക്കീലന്മാരെ കൊണ്ടുവന്നു. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം CBIക്ക് കൈമാറേണ്ടതില്ല എന്ന് വാദിച്ച വകയിൽ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ, അഡ്വക്കേറ്റ് മനീന്ദർ സിംഗ്, അദ്ദേഹത്തിന്റെ ജൂനിയർ അഡ്വക്കേറ്റ് പ്രഭാസ് ബജാജ് എന്നിവർക്ക് വക്കീൽ ഫീസ് ഇനത്തിൽ 96,80,000 രൂപയാണ് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ CPMകാർ ഭീകരമായി കൊല ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ കൊലപാതകം CBIക്ക് കൈമാറേണ്ടതില്ല എന്ന് വാദിക്കാൻ സുപ്രീം കോടതിയിൽ അഭിഭാഷകരായിട്ടുള്ള അഡ്വക്കേറ്റ് അമരേന്ദ്ര ശരൺ, അഡ്വക്കേറ്റ് വിജയ് ഹൻസാരിയ എന്നിവർക്ക് 86 ലക്ഷം രൂപ ഈ ഗവൺമെന്റ് വക്കീൽ ഫീസായി നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന 142 വക്കീലന്മാരും ലൈസൺ ഓഫീസറായിട്ടുള്ള വേലപ്പൻ നായരും മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായിട്ടുള്ള NK ജയകുമാറും കേരളത്തിലുണ്ടായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട 2 രാഷ്ട്രീയ കൊലപാതക കേസുകൾ CBIക്ക് കൈമാറേണ്ടതില്ല എന്ന് വാദിക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും വേറെ വക്കീലന്മാരെ കൊണ്ടുവന്ന് അവർക്ക് വക്കീൽ ഫീസ് ഇനത്തിൽ 2 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. കേരളത്തിന് ഫ്രീ സർവീസ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവന്ന സ്പ്രിംഗ്ലറിന് വേണ്ടി കേസ് വാദിക്കാൻ സുപ്രീം കോടതിയിൽ സൈബർ ലോയിൽ എക്സ്പേർട്ടായിട്ടുള്ള അഡ്വക്കേറ്റ് NS നാപ്പിനെയെ കൊണ്ടുവന്ന് വക്കീൽ ഫീസായി കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ഈ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ വൈദ്യുത മന്ത്രി സഖാവ് MM മണിയുടെ 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ കാറിന് 2 വർഷം കൊണ്ട് 34 ടയറുകളാണ് മാറ്റിയത്. ടയർ ഒന്നിന് 10,000 രൂപ കണക്കിൽ 34 ടയറുകൾക്ക് വേണ്ടി 3,40,000 രൂപയാണ് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് വകയിരുത്തിയത്. കേരളം പ്രളയക്കെടുതിയിൽ വലഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ്പിനെ നിയമിക്കാൻ തീരുമാനിച്ചത്. CPIയുടെ ഒല്ലൂർ MLA K രാജനാണ് ചീഫ് വിപ്പായി നിയമിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സാലറി, കാറ്, വസതി തുടങ്ങിയ ഇനങ്ങളിൽ 7.5 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ
ഡ്രൈവർ 2, ക്ലർക്ക് 1, പേഴ്സണൽ അസിസ്റ്റന്റ് 1, അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് 1, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 1, ഓഫീസ് അറ്റൻഡന്റ് 3, അങ്ങനെ മൊത്തം 13 പേരാണുള്ളത്. ഇവർക്കൊക്കെ ആര് ശമ്പളം കൊടുക്കണം? 5ന്റെ ചില്ലറ പൈസ പോലും നുള്ളിപ്പെറുക്കിയെടുക്കാനില്ലാത്ത കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് വേണം ഇവർക്കെല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ. ആറ്റിങ്ങലിൽ 30,000-ലേറെ വോട്ടുകൾക്ക് പൊതുജനം പരാജയപ്പെടുത്തിയ സീനിയർ എക്സ്-എം-പി എ സമ്പത്തിനെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കും കൊടുത്ത് കേരള ഹൌസിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തിന്റെ പ്രതിമാസ ശമ്പളം 90,000 രൂപയാണ്. വാഹനത്തിനും വസതിക്കും വേറെ ചിലവുകളുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറി 1, അസിസ്റ്റന്റ് 2, ഓഫീസ് അറ്റൻഡന്റ് 1, ഡ്രൈവർ 1, അങ്ങനെ മൊത്തം 5 പേരാണുള്ളത്. ഇവരുടെയൊക്കെ ശമ്പള സ്കെയിൽ എത്രയാണെന്ന് അറിയുമോ? അസിസ്റ്റന്റിന് 30,385 രൂപ, ഡ്രൈവർക്ക് 19,760 രൂപ, ഓഫീസ് അറ്റൻഡന്റിന് 18,030 രൂപ, പ്രൈവറ്റ് സെക്രട്ടറിക്ക് 21,850 രൂപ. ഈ പൈസയൊക്കെ ആര് കൊടുക്കണം? പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് വേണം ഇവർക്കെല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ. 1,70,63,000 രൂപ പ്രതിമാസ വാടക നൽകിക്കൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ കേരളം തീരുമാനിച്ചത് കൊറോണ കാലത്താണ്. ഒരു മാസം 20 മണിക്കൂർ പറപ്പിക്കാം. അതിൽ കൂടുതൽ പറപ്പിച്ചാൽ 67,926 രൂപ അഡീഷണൽ പേയ്മെന്റ് ആയി നൽകേണ്ടി വരും. ആ വകയിൽ 20,47,56,000 രൂപയാണ് കേരളത്തിന് അധിക ബാധ്യതയായി വരാൻ പോകുന്നത്. 8 പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറുകൾ വാങ്ങാൻ കേരളം തീരുമാനിച്ചത് കൊറോണ കാലത്താണ്. ഗതാഗത മന്ത്രിയുടെ PA-യുടെ ഓഫീസ് അണുവിമുക്തമാക്കാൻ 5 ലക്ഷം രൂപ ചെലവഴിച്ചതും കൊറോണ കാലത്താണ്. ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ ഓഫീസിൽ 72 ഇഞ്ച് LED ടിവിയും മ്യൂസിക് സിസ്റ്റവും വാങ്ങാൻ 2,89,000 രൂപ ചെലവഴിച്ചതും കൊറോണ കാലത്താണ്. മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ ടർക്കി 1-ന് 750 രൂപ ചെലവിൽ 100 ടർക്കിക്ക് വേണ്ടി 75,000 രൂപ നമ്മൾ വകയിരുത്തിയതും കൊറോണ കാലത്ത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കോടികൾ ചെലവാക്കിക്കൊണ്ടുള്ള ചെലവ് ചുരുക്കൽ മാമാങ്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധൂർത്തും സ്വജനപക്ഷപാതവും ഈ സർക്കാരിന്റെ സവിശേഷതകളായി മാറിയിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ സംസ്ഥാന ദ്രോഹികളാക്കി മാറ്റാൻ ഇവിടെ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിലെ പരമാധികാരികൾ പൊതുജനമാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ സാമ്പത്തിക നയം. താങ്ക് യു.